രാത്രി നിലാവ് പരന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രം. നനുനനുത്ത ചന്ദ്രികാരശ്മികൾ അനന്തതയിലേക്ക് എന്ന പോലെ വിസ്തൃതമായി കിടക്കുന്ന ജലവിധാനത്തിന് മേൽ ലോലമായ സിൽക്ക് നാടകൾ വിരിച്ചിട്ടുണ്ട്. അങ്ങകലെ നിന്നും പൂർണ്ണ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്താൻ എന്നോണം നേർത്ത സീൽക്കാരത്തോടെ വീശുന്ന പിശറൻ കാറ്റ്. അതൊഴിവാക്കപ്പെട്ടാൽ എങ്ങും കനത്ത ഏകാഗ്രത, നിശ്ചലത. ദൂരെ സമുദ്രത്തിന്റെ ഏറ്റവും അറ്റത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു വലിയ കപ്പലിന്റെ ടോപ്പിലെ വിളക്ക് മരത്തിലെ വെളിച്ചം കുറഞ്ഞ മിന്നാമിനുങ്ങിനെ അനുസ്മരിപ്പിക്കുന്നു. നീഗ്രോ യുവതിയുടെ ആഡംബര നൗക ഇപ്പോൾ സമുദ്രത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയിരിക്കുന്നു. ഈ സമയം അതിനുള്ളിലെ രാജകീയ ആഡംബര സംവിധാനമുള്ള മനോഹരമായ ബെഡ്റൂമിലെ ഇരട്ടക്കിടക്കയിൽ ഭയചകിതയായി ചേതനയറ്റ് കണ്ണീർ വാർത്ത് പേടിച്ചരണ്ട ദയനീയാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി സാനിയ. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെയും മേബിൾ ഡിസൂസയുടെയും പ്രിയപ്പെട്ട പുത്രി, വാത്സല്യനിധിയായ ഒരേ ഒരു മകൾ. 6 ദിവസങ്ങൾക്ക് മുമ്പ് സാനിയ ഭവനിൽ നടന്ന സന്തോഷദായകമായ ഫംഗ്ഷനിടെ ഡേഞ്ചർ ഡെന്നി എന്ന നിഗൂഢനും ഭീകരനുമായ മനുഷ്യൻ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്നു. അന്ന് ആ മനുഷ്യനെ ഫംഗ്ഷനിടെ അവിചാരിതമായി കണ്ടത് മാത്രമേ സാനിയയ്ക്ക് ഓർത്തെടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ഉണരുമ്പോൾ വീട്ടിലില്ല, മറ്റെവിടെയോ ചിരപുരാതനമെന്ന് തോന്നിപ്പിക്കുന്ന ഏതോ ഒരു പഴയ കോട്ടയ്ക്കുള്ളിൽ തടവുകാരിയായിട്ടാണ്. പപ്പയും മമ്മിയും വിളിച്ച് അലറി കരഞ്ഞപ്പോൾ കറുത്ത ഗൗണും ശിരസിൽ പലവിധ മൃഗങ്ങളുടെ ചിത്രങ്ങളുമുള്ള തലപ്പാവുകളും അണിഞ്ഞ സുന്ദരികളായ കുറെ സ്ത്രീകൾ ചുറ്റിനും ഓടി വന്ന് അവളെ കിടക്കയിൽ അമർത്തി പിടിച്ചു. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പൈശാചികത നിഴലിച്ചു കണ്ടു. സാനിയ ഭയാക്രാന്തയായി ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ആ കറുപ്പണിഞ്ഞ സ്ത്രീകൾ ഒരു സിറിഞ്ചിൽ എന്തോ ഒരു മരുന്ന് നിറച്ച് സാനിയയുടെ ചന്തിയിൽ ഇൻജക്ട് ചെയ്യുകയുണ്ടായി. പിന്നെ ഉണരുമ്പോൾ വേറെ എവിടെയോ ആണ്. വളരെ ഇടുങ്ങിയ ഒരു മുറി. ആ മുറിയുടെ ചുവരുകൾ നിറയെ പിശാചുകളുടെയും ഭീകരരൂപികളുടെയും വൈരൂപ്യം നിറഞ്ഞ ചിത്രങ്ങൾ കാണപ്പെട്ടു. ആകെയുള്ള ഫർണിച്ചറുകളിലും തറയിൽ ചില ഒഴിവു സ്ഥലങ്ങളിലുമൊക്കെ ഒട്ടേറെ മെഴുകുതിരി കാലുകൾ. അതിൽ ശ്രദ്ധിച്ച് കിടക്കെ മെഴുകുതിരികൾ ഒന്നിച്ച് കത്തി തുടങ്ങുന്നതും അവയിൽ നിന്ന് നേർത്ത പുകയുന്നതും സാനിയ അത്യന്തം ഭയത്തോടും അമ്പരപ്പോടും ശ്രദ്ധിച്ചു. ഈ സമയം അവൾ തടവിലാക്കപ്പെട്ടിരുന്ന മുറിയുടെ ഭീകര വലുപ്പത്തിലുള്ള വാതിൽ തുറക്കപ്പെട്ടു. ആ മനുഷ്യൻ അവിടേക്ക് ഉച്ചത്തിലുള്ള ബൂട്ട്സിന്റെ അകമ്പടിയോടെ സന്നിഹിതയായി. ഡേഞ്ചർ ഡെന്നി. 6 അടി ഉയരത്തിൽ ദീർഘകായനായ ഭീകര മുഖഛായയ്ക്ക് ഉടമയായ അസാധാരണ പ്രകൃതക്കാരനായ മനുഷ്യൻ. അയാളുടെ തീക്കട്ടകൾ പോലെ ചുവന്ന കണ്ണുകൾ തന്റെ സമ്പൂർണങ്ങളായ മാറിടങ്ങളിലും അരക്കെട്ടിലും കാൽത്തണ്ടകളിലും സശ്രദ്ധം പരതിയപ്പോൾ സാനിയ ഭയപ്പാടോടെ ചാടി എഴുന്നേറ്റു. പർവ്വത ശിഖരത്തെ അനുസ്മരിക്കും വിധത്തിൽ മുന്നിൽ ഭീമാകാരനായി വളർന്നു നിൽക്കുന്ന ഡേഞ്ചർ ഡെന്നി എന്ന നിഗൂഢ മനുഷ്യനെ തള്ളി മാറ്റി പുറത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി അവൾ. പക്ഷെ മുറി വിടും മുമ്പേ അയാളുടെ നീളമുള്ള കരങ്ങൾ സാനിയയുടെ മൃദുലമായ ചുമലിൽ പിടികൂടി. ഹൂ ആർ യു? ആരാ ആരാ നിങ്ങൾ? മനുഷ്യനോ ചെകുത്താനോ? എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോന്നത്? ടെൽ മീ ഡെവിൾ. സാനിയ ദേഷ്യത്താലും സങ്കടത്താലും ഒരു കൊച്ചു ചീറ്റപ്പുലിയായി അയാൾക്ക് നേരെ ഉച്ചത്തിൽ ചീറി. മറുപടിയായി ആ മനുഷ്യൻ ഉച്ചത്തിൽ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അല്ല, ഭയാനകമാ വിധം ഒരു ഹിംസ്ര ജന്തുവിനെ പോൽ. എന്നിട്ട് അവളുടെ ചുമലിൽ പിടിച്ച ബെഡിലേക്ക് തള്ളി. സാനിയ കിടക്കയിൽ ചെന്ന് മലർന്നടിച്ചു. അയാൾ അവളുടെ സമീപത്തേക്ക് ഉച്ചത്തിലുള്ള അട്ടഹാസത്തോടെ തന്നെ പതുക്കെ ചെന്നു. വലിയൊരു ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അരോചകവും അസുഖകരവുമായ ക്രുദ്ധസ്വരം പോലുള്ള ആ കഠോര ധ്വനി സാനിയയെ ഭീതിപ്പെടുത്തി. ഡേഞ്ചർ ഡെന്നി അവളുടെ കിടക്കയിലിരുന്നു. കട്ടിൽ ഞെരിഞ്ഞു. സാനിയ അപ്പോഴും അയാളാൽ ഊക്കോടെ വലിച്ചെറിയപ്പെട്ട് ബെഡിൽ പരിഭ്രാന്തയായി മലർന്നു കിടക്കുകയായിരുന്നു. ആ കിടപ്പിൽ ഭീകര മനുഷ്യന്റെ മുഖത്തേക്ക് അവൾ ഇമയനക്കാതെ ശ്രദ്ധിച്ചു. അയാളുടെ നെറ്റിയിലെ വടുവിൽ നിന്നും അതാ ഈച്ചക്കൂട്ടം ഇരമ്പി ആർത്തു പൊങ്ങുന്നു. പുരികക്കൊടികൾ ചുവന്ന തേരട്ടയുടെ എണ്ണമറ്റ കാലുകൾ കണക്ക് വികൃതമായി ഇളകുന്നു. തടിച്ചു മലർന്ന ചുണ്ടുകൾക്കിടയിൽ മുന്നോട്ട് തള്ളി ഉന്തി വരുന്ന കൂർത്ത കടപ്പല്ലുകൾ. സാനിയ കിടുകിടെ വിറച്ചു. അവൾ ഭയവിഹുലയായി മിഴികൾ പൂട്ടി. കാതിനരികിൽ അപ്പോൾ ആയിരക്കണക്കിന് ഈച്ചകളുടെ വികൃതമായ ആരവം. സാനിയയ്ക്ക് അറപ്പും വെറുപ്പും ഭയവും ഒന്നിച്ചുണ്ടായി. അവൾ അലറിക്കരഞ്ഞു.
പക്ഷെ എന്തുകൊണ്ടോ ശബ്ദം പുറത്തേക്ക് വരികയുണ്ടായില്ല. തൊണ്ടനാളത്തിൽ കുടുങ്ങിക്കിടന്നു സ്വരം. ഈ സമയം അയാളുടെ നീണ്ട നഖങ്ങളുള്ള വലതുകരം സാനിയയുടെ മൃദുത്വമേറിയ വെളുത്ത വയറിനു മേലെ സ്പർശിച്ചു. ആഹ്! വൈദ്യുതാഘാതം ഏറ്റതുപോലെ അവൾ കുതറിപ്പിടഞ്ഞു. അയാളുടെ ചൂണ്ടുവിരൽ അവളുടെ പൊക്കിൽ കുഴിയിൽ അമർന്നു. സാനിയ പിടഞ്ഞെണീറ്റ് ഓടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ ഭീമാകാരൻ അവളുടെ മേലെ കമിഴ്ന്നു വീണു. ഡേഞ്ചർ ഡെന്നി എന്ന ഭീകര രൂപത്തിന്റെ ഭാരിച്ച ശരീരഭാരം താങ്ങാനാവാതെ സാനിയ കുതറിപ്പിടഞ്ഞു. കൈയും കാലും നഖവും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അത് തികച്ചും അപ്രാപ്യമായി, അസാധ്യമായി. ഡേഞ്ചർ ഡെന്നിയുടെ ചുവന്ന കണ്ണുകളിൽ കനൽ ജ്വലിച്ച് ആവേശത്തിന്റെ കനൽ, ആർത്തിയുടെ കനൽ, ആസക്തിയുടെ കനൽ, കാമത്തിന്റെ കനൽ. സുന്ദരിയായ ഒരു യുവതാരുണ്യ പുഷ്പത്തെ ഉരുക്കുമുഷ്ടിയിലൂടെ ചൊൽപ്പടിയിൽ മെരുക്കി ഇച്ഛയ്ക്ക് വിധേയനാക്കാനുള്ള ആക്രാന്തത്തിന്റെ മൂർച്ഛിച്ച ത്വര. സാനിയ ക്രമേണ അയാളോട് മല്ലിട്ട് പരീക്ഷീണിയായി. അവളുടെ കണ്ണുകൾ പൊട്ടിയൊഴുകി. വൈകാതെ ഡേഞ്ചർ ഡെന്നി മുഴുവൻ ആവേശത്തോടും ആർത്തിയോടും കൂടി ആ 17കാരി പെണ്ണിനെ പൂർണ്ണമായും കീഴടക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ സാനിയ പാറക്കെട്ടിൽ തല്ലി ചിതറിപ്പോയ പൂക്കുല കണക്ക് ആ അജ്ഞാത മുറിയിലെ കട്ടിലിൽ മരവിച്ചു കിടന്നു. പിന്നെ എപ്പോഴോ സർവവും നഷ്ടപ്പെട്ട് കണ്ണീരോടും വിലാപത്തോടും കൂടി കിടന്ന് നീണ്ട മയക്കത്തിലാണ്ടുപോയി. പിന്നീട് ഒട്ടേറെ മണിക്കൂറുകൾ കഴിഞ്ഞുണരുമ്പോൾ ഈ ഉല്ലാസ നൗകയിലാണ്. ഇത് എങ്ങോട്ട് സഞ്ചരിക്കുന്നുവെന്നോ എന്തിനു പോകുന്നുവെന്നോ അവൾക്കറിയില്ല. അല്ലെങ്കിലും ഇനി എങ്ങോട്ട് പോയാലും എന്ത് എന്ന വിചാരമായിരുന്നു മനസ്സിൽ. എങ്കിലും ഒന്നു മാത്രം അവൾക്കറിയാം, സാനിയ എന്ന താൻ വളരെ വൃത്തികെട്ടവനും ഭീകരനുമായ ഡേഞ്ചർ ഡെന്നി എന്ന പിശാചിനാൽ കളങ്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും ഈ ചെകുത്താന്റെ കരങ്ങളിൽ നിന്നും തനിക്ക് മോചനമില്ല. തീർന്നു തന്റെ ജീവൻ. ഈ ഭീതിതരമായ ഓർമ്മയും വിചാരവും സാനിയയുടെ മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കി. താനൊരു ജീവനുള്ള പച്ച മനുഷ്യനാണെന്ന ചിന്ത പോലും അവൾക്ക് നഷ്ടമായി. എവിടെയോ എങ്ങോട്ടോ പോകുന്നു. സ്ഥലമറിയില്ല, ലക്ഷ്യമറിയില്ല, ദിക്കറിയില്ല. സാനിയ ചേതനയേറ്റ് മരവിച്ചു കിടന്നു. ബോട്ട് ഓടിക്കൊണ്ടേയിരുന്നു, എങ്ങോട്ടേക്കോ ലക്ഷ്യത്തോടെ. അബാദ് ലക്ഷറി ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. ന്യൂയോർക്ക് ടൈംസ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നീരജ തമ്പി കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതിന്റെ പിറ്റേന്ന് സന്ധ്യ. മകളുടെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ രാജൻ തമ്പിയും പത്നി സുലോചന തമ്പിയും വിതുമ്പുന്ന ഹൃദയവുമായി ഹോസ്പിറ്റലിലെത്തി. ഒപ്പം ന്യൂയോർക്ക് ടൈംസിലെ മാനേജിംഗ് എഡിറ്റർ ചാറ്റർജിയും സബ് എഡിറ്റർ ജോൺ മാത്യുവും അടക്കമുള്ള 20ഓളം പേരും. നീരജയുടെയും മാതാപിതാക്കളുടെയും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിലാവാം മറ്റു മരണാന്തര പ്രാഥമിക അന്വേഷണങ്ങളും പോസ്റ്റ്മോർട്ടവും എന്ന് പത്രാധിപരും ടൈറ്റസ് ചാറ്റർജിയും പോലീസിനോട് കാര്യമായി ശഠിച്ചതുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ മോർച്ചറിക്ക് കാവൽ നിർത്തി മടങ്ങുകയായിരുന്നു ഇന്നലെ. ഇന്ന് നീരജയുടെ ഗാർഡിയൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയതോടെ IG ഹെൻറി ജോൺസണും അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം കർത്തവ്യനിരതരായി ഹോസ്പിറ്റലിലെത്തി. നടത്താനുണ്ടായിരുന്ന മറ്റു പ്രാഥമിക സംഗതികൾ കൂടി നിർവഹിച്ച ശേഷം ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി തീരുമാനമായി. അപ്പോഴാണ് കാര്യങ്ങൾ തികച്ചും തകിടം മറിഞ്ഞത്. സർ പ്ലീസ്, എന്റെ മകൾ ഒരുപാട് വേദന സഹിച്ച സർ മരണത്തിലേക്ക് താഴ്ന്നു പോയത്. ദയവ് ചെയ്ത് ഇനി എന്ത് നിയമത്തിന്റെ പേരിലായാലും അവളെ വെട്ടിമുറിക്കരുത്, പ്ലീസ് സർ. ഡോക്ടർ രാജൻ തമ്പി IG ഹെൻറി ജോൺസണിന് മുന്നിൽ വിതുമ്പിക്കരഞ്ഞു. ഡോക്ടർ തമ്പിക്ക് അസഹനീയമായ കാര്യമായിരുന്നു മകളുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് നൽകുന്നതിൽ. സോറി സർ, താങ്കളുടെ വികാരം ഞാൻ വളരെ മനസ്സിലാക്കുന്നു. ബട്ട് ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. താങ്കൾ ഒരു ഡോക്ടർ അല്ലേ സർ? നിയമപ്രകാരം താങ്കളുടെ മകളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുവാൻ നിർവാഹമില്ല, IG തുറന്നു പറഞ്ഞു. എന്തു നിയമമാ സർ? ഒന്നുമില്ല ഇവിടെങ്ങും. ഉണ്ടെങ്കിൽ ഈ നഗരത്തിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലല്ലേ? പത്രക്കാർക്കിടയിൽ നിന്നും ആരോ രോഷത്തോടെ തിരക്കി. IG നാവടഞ്ഞു. കമ്മീഷണർ സെൻകുമാർ റാണയും ശബ്ദിച്ചില്ല. ഒന്നും രണ്ടും പേരല്ല ഇവിടെ ഈ നഗരത്തിൽ കൂട്ടക്കുരുതിക്കിരയായത്. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ടായോ സർ? പോലീസ് ഹു! അവിടെ കൂടി നിന്നവരിൽ നിന്ന് ഒരു മധ്യപ്രായക്കാരിയായ സ്ത്രീ ആത്മസംയമനം വിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എല്ലാവരും അവരുടെ കർക്കശ സ്വരം കേട്ട് അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചു. പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കൂടി 10-40 എണ്ണത്തിനെ ചുട്ടുകൊന്നില്ലേ സർ?
മനുഷ്യനെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ ഏത് പോലീസ് നിയമത്തിലാ സാറേ വകുപ്പുള്ളത്? അവർ പ്രായാധിക്യം മറന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ രോഷപ്രകടനം നടത്തി. പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും ഒരക്ഷരം വേണ്ടിയില്ല. അവർ ഇലിബരായി നിന്നു. അതെ സർ, ഞങ്ങളുടെ നീരജയുടെ മരിച്ചു മരവിച്ച ശരീരം ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുതരാതെ കൊണ്ടുപോവുകയാ. ഇനി സാറിന്റെ നിയമം അതിനെ അനുശാസിക്കുന്നില്ലെങ്കിൽ നാളെ വന്ന കല്ലറ പൊളിച്ച് മാന്തിയെടുത്ത് എന്താന്ന് വെച്ചാ ചെയ്തോ സാറേ. പക്ഷേ ഇപ്പൊ നിയമത്തിന്റെ പേരും പറഞ്ഞ് ഈ ചടങ്ങിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഘനഗംഭീരമായ താക്കീതിന്റെ സ്വരത്തിലുള്ള ഈ വാക്കുകൾ സബ് എഡിറ്റർ ജോൺ മാത്യുവിന്റേതായിരുന്നു. അയാളുടെ മുഖം അന്തക്ഷോഭം കൊണ്ട് ചുവന്നിരുന്നു. അതോടെ ചുറ്റും നിന്ന പലർക്കും ആവേശം കയറി. അവർ ഒന്നടങ്കം കയറി മോർച്ചറിയിൽ നിന്ന് നീരജ തമ്പിയുടെ നിശ്ചല ദേഹം അടക്കം ചെയ്തിരുന്ന ഫ്രീസർ നിഷ്പ്രയാസം ഉയർത്തിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഡോക്ടർ സുലോചന തമ്പി ഇതൊക്കെ കണ്ട് വാവിട്ട് നിലവിളിച്ചു. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സെൻകുമാർ റാണ ശരീരം വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയവരെ ധൈര്യപൂർവ്വം തടയാനുള്ള ഭാവത്തോടെ മുന്നോട്ടാഞ്ഞു. സെൻകുമാർ, സ്റ്റോപ്പ് ഇറ്റ്! പെട്ടെന്ന് IG ഹെൻറി ജോൺസൺ കൈ ഉയർത്തി കമ്മീഷണറെ തടഞ്ഞു. സർ! കമ്മീഷണർ അമ്പരപ്പിൽ IG നോക്കി. ഇത് അങ്ങനെ തന്നെ നടക്കട്ടോ. ഇനി നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ അതപ്പ നേരിടാം. അതിനുള്ള ഉത്തരവാദിത്വം താൻ ഏൽക്കണ്ട, ഞാൻ ഏറ്റിരിക്കുന്നു. IG-യിൽ മനുഷ്യ സഹജമായ ഒരു ദയാവായ്പ് പ്രതിഫലിക്കപ്പെട്ടു. സെൻകുമാർ സ്തബ്ധനായി. അയാൾ കോപമടക്കിയ പാടെ നിന്നു. താങ്ക് യു സർ, മെനി മെനി താങ്ക്സ്. പത്രാധിപർ ചാറ്റർജി നന്ദിയോടെ IG-യുടെ കാരം പിടിച്ചു കുലുക്കി. മടുത്തു സർ. വാഷിംഗ്ടണിൽ 4-5 ദിവസം കൊണ്ട് വീണ ശവശരീരങ്ങൾ കണ്ട് വല്ലാതെ മടുത്തു. IG തലയിൽ നിന്ന് തൊപ്പിയൂരിക്കൊണ്ട് വിഷണ്ണനായി പറഞ്ഞു. പിന്നെ നീണ്ട കോറിഡോറിലൂടെ മെല്ലെ നീരജയുടെ ജഡവും വഹിച്ച് പോയവർക്ക് പിന്നാലെ ആകെ ഇന്നനായി നീങ്ങി. അനുധാവനം ചെയ്ത് കമ്മീഷണറും മറ്റു സഹപ്രവർത്തകരും. അന്ന് ഏതാണ്ട് 7:30 മണിയോടെ അലി അക്ബർ നഗറിലുള്ള ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിയന്ത്രണത്തിലുള്ള പൊതു ശ്മശാനത്തിൽ ഭീമമായ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്തെ മാർബിൾ പതിച്ച ശവക്കല്ലറയിൽ നീരജ തമ്പിയുടെ മൃതദേഹം സംസ്കരിച്ചു. പെട്ടെന്നുള്ള ആ ശവസംസ്കാര ചടങ്ങിൽ അങ്ങേയറ്റം 100-ലധികം പേർക്ക് പങ്കെടുക്കാനായില്ല. ന്യൂയോർക്ക് ടൈംസ് പ്രവർത്തകരും ഡോക്ടർ രാജൻ തമ്പിയുടെയും സുലോചന തമ്പിയുടെയും കുറെ സുഹൃത്തുക്കളും IG ഹെൻറി ജോൺസണും 8-ലധികമാവില്ലാത്ത മറ്റ് മീഡിയ പ്രവർത്തകരും മാത്രം സംബന്ധിച്ച വളരെ ലളിതമായ സംസ്കാര ചടങ്ങ്. ചലനമറ്റ മകളുടെ ദേഹം കുഴിയിൽ ഇറക്കി വെച്ച് അന്ത്യോപചാരമായി ഒരു പിടി മണ്ണ് 3ആയി ഭാഗിച്ചിടവേ നെഞ്ചു തകർക്കുന്ന മനപ്രയാസത്താൽ സുലോചന തമ്പി ബോധരഹിതയായി. അവരെ ആരൊക്കെയോ സ്ത്രീകൾ താങ്ങി. ഡോക്ടർ രാജൻ തമ്പി ടൈറ്റസ് ചാറ്റർജിയുടെ ചുമലിൽ മുഖം ചേർത്ത് കണ്ടമിടറിക്കരഞ്ഞു. ദൂരെ മഴയുടെ നാന്തിയായി വല്ലാത്തൊരിരമ്പൽ. വൈകാതെ ശ്മശാനത്തിൽ മഴ വീണു. അന്ന് അർദ്ധരാത്രി 12 മണി നേരം. അലി അക്ബർ റോഡിലെ ശ്മശാനം. നിർത്താതെ കോരിച്ചൊരിയുന്ന മഴ. തുള്ളിക്കൊരു കൂടം പേമാരി ഇതുവരെയും ശമിച്ചിട്ടില്ല. ആകാശത്ത് പലയിടത്തും കൂറ്റൻ ഇടിമുഴക്കങ്ങളുടെ നിലയ്ക്കാത്ത സ്ഫോടനാത്മക ശബ്ദങ്ങൾ, പ്രതിധ്വനികൾ, മിന്നൽ പിണരുകൾ. തികച്ചും ഭയാനകമായ രാത്രി. സമയം കൃത്യം 12:01. അതാ ശ്മശാനത്തിന്റെ ചെറിയ ഗേറ്റിങ്കിൽ കോരിച്ചൊരിയുന്ന മഴയെയും ഭയപ്പെടുത്തുന്ന ഇടിനാദങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരാൾ. മഴക്കോട്ട് ധരിച്ചിരുന്ന അയാൾ ശ്മശാനത്തിലെ അരമതിൽ നിസ്സാരമായി ചാടിക്കടന്നു. പിന്നെ മെല്ലെ ശവക്കല്ലറകൾക്കിടയിലൂടെ ശ്രദ്ധയോടെ ചുറ്റിനും വീക്ഷിച്ചുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. ഒടുവിൽ ആ നടപ്പ് അവസാനിച്ചത് വൈകുന്നേരം അടക്കം ചെയ്ത നീരജ തമ്പിയുടെ ജനനവും മരണവും ഒക്കെ രേഖപ്പെടുത്തിയ ശവക്കല്ലറയ്ക്ക് മുന്നിലാണ്. അയാൾ ഒരു നിമിഷം ആ മാർബിൾ പതിച്ച കല്ലറയിലേക്ക് ഉറ്റുനോക്കി നിന്നു. ദൂരെ എവിടെയോ ഏതോ ഒരു തെരുവനായുടെ ഓരിയിടൽ. അടുത്തെവിടെയോ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്നും ശവന്തീനി പക്ഷിയുടെ ചിറകിടി വെച്ച പൈശാചികത ഉളവാക്കുന്ന മടുപ്പിക്കുന്ന ശ്മശാന ഗന്ധം, ശവങ്ങളുടെ ഗന്ധം. ശവക്കല്ലറയ്ക്ക് അരികിൽ എത്തപ്പെട്ട ആ കൂട്ടുധാരിയുടെ കയ്യിൽ പെട്ടെന്നൊരു കമ്പിപ്പാര എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ വലത് കൈവിരലുകൾ കൊണ്ട് അതിന്റെ വായ്ത്തലയിൽ തടവി മൂർച്ച പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം പതുക്കെ കുനിഞ്ഞിരുന്ന് കല്ലറ കുത്തി പൊളിക്കുവാൻ തുടങ്ങി. നായ്ക്കളുടെ ഒരിയിടൽ വ്യാപകമായി. കൂടെ മഴയുടെ ശക്താരവം. വാഷിംഗ്ടണിൽ മഞ്ഞുവീഴ്ചയുള്ള അടുത്ത പ്രഭാതം. സമയം 6:30. ഫ്ളാറ്റിൽ ഡോക്ടർ രാജൻ തമ്പിയാണ് ആദ്യം ഉണർന്നത്. ഡോക്ടറുടെ പത്നി സുലോചന തമ്പി തന്റെ ഒരേ ഒരു മകളുടെ
അപ്രതീക്ഷിതമായ വേർപാടിൽ മനസ്സും ശരീരവും ആകെ തളർന്ന് അങ്ങേയറ്റം പരീക്ഷണയായി ഇരട്ടക്കിടക്കയിൽ കയ്യെത്തും ദൂരത്ത് അലസം മയങ്ങിക്കിടക്കുന്നു. രാജൻ തമ്പി തല ചരിച്ച് അവരെ ശ്രദ്ധിച്ചു. 45-ാം വയസ്സിലും 30-ന്റെ ശരീരകാന്തിയും പ്രൗഢിയും ഉണ്ടായിരുന്നവൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ആകെ ക്ഷീണിതയായി പരിതാപാവസ്ഥയിലാണ്. നീരജയുടെ ശവസംസ്കാരത്തിനിടെ കരഞ്ഞു ബോധം മറ്റു വീണിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ സുലോചന തമ്പി ബോധാവസ്ഥയിലേക്ക് മടങ്ങി വന്നത്. അതും ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം. അത്രയ്ക്ക് മാനസികാഘാതമാണ് മകളുടെ മരണത്തിൽ അവർ വേദനയോടെ അനുഭവിച്ചത്. ഒരുപക്ഷെ അവരുടെ നീണ്ട അബോധാവസ്ഥ സുലോചന തമ്പിയിൽ വളരെ അപകടകരമായ ഹൃദയാഘാതത്തിലേക്ക് ചെന്നെത്തുമോ എന്ന് പോലും ഡോക്ടർമാർ സംശയിച്ചു. രാജൻ തമ്പി ഒന്നും പറഞ്ഞില്ല, അഭിപ്രായപ്പെട്ടില്ല, കരഞ്ഞില്ല. പരമാവധി ആത്മസംയമനത്തോടെ പിടിച്ചു നിന്നു. എന്തായാലും സംസ്കാര ചടങ്ങ് നടന്നിടത്തു നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ത ഹോസ്പിറ്റലിലെത്തി. അത്യാഹിത വിഭാഗത്തിലുള്ള ഡോക്ടർമാർ അവർക്ക് ബോധമണ്ഡലത്തിലേക്ക് വരുവാനുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകി. 2 മണിക്കൂർ കഴിഞ്ഞതോടെ ഡോക്ടർ സുലോചന തമ്പി പകപ്പോടെ ഉണർന്നു. കണ്ണു തുറന്നതും അരികിൽ നിന്നിരുന്ന ഭർത്താവിന്റെ വലതുകരം എടുത്ത് ചുംബിച്ചുകൊണ്ട് നീരജയെ കുറിച്ച് പറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞു. ഏതാണ്ട് 11 മണി രാത്രിക്കാണ് ഡോക്ടർ രാജൻ തമ്പിയും സുലോചന തമ്പിയും ഫ്ളാറ്റിൽ ദുഃഖാർത്തരായി മടങ്ങിയെത്തിയത്. എത്തിയ പാടെ സുലോചന തമ്പി അത്യന്തം പ്രാണപ്പെട്ട ഹൃദയഭാരവുമായി കിടക്കയിൽ ചെന്ന് വീണുവെങ്കിലും ഡോക്ടർ രാജൻ തമ്പി അവരെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് അയച്ചു. അയാൾ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ മൂരി മാറ്റിയിട്ട് നനഞ്ഞ ടർക്കി ടവൽ കൊണ്ട് ദേഹം ഒട്ടുക്കും തുടച്ചു കൊടുത്തു. അലമാരയിൽ നിന്നും അയഞ്ഞ നിശാവസ്ത്രം എടുത്തു ധരിപ്പിച്ചു. എന്നിട്ടാണ് കിടക്കയിൽ താങ്ങിക്കൊണ്ടു ചെന്ന് കിടത്തിയത്. അവർ കിടക്കയിൽ വീണതോ തളർച്ചയായി ഉറങ്ങിപ്പോയി. അയാളും ദേഹമൊക്കെ തുടച്ചെന്ന് വരുത്തി കിടന്നു. ഉറങ്ങാൻ മിഴികൾ പൂട്ടിയപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ മകൾ നീരജയുടെ നിഷ്കളങ്കമായ മുഖം തെളിഞ്ഞു. അവൾ പല വേഷങ്ങളിൽ പല രൂപങ്ങളിൽ അയാളുടെ മനോമുകുരത്തിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ടു. മകളുടെ ഇഷ്ടങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ എല്ലാം മരവിച്ച നെഞ്ചിനെ വീണ്ടും വീണ്ടും കുത്തിപ്പൊള്ളിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഡോക്ടർ രാജൻ തമ്പിക്ക് മണിക്കൂറുകളോളം ഉറക്കം നഷ്ടപ്പെട്ടു. ഒടുവിൽ രാത്രിയിൽ എപ്പോഴോ ഒന്ന് മയങ്ങി. ഉണരുന്നത് വെളുപ്പിന്. മരിച്ച മകളെക്കുറിച്ചുള്ള ഒരു ദുസ്വപ്നത്തിന്റെ അനിയന്ത്രിതമായ ഞെട്ടലിലാണ്. ഉണർന്നതും ഡോക്ടർ രാജൻ തമ്പി പരവേശത്തോടെ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ലൈറ്റിട്ടു. ചുവരിലെ ക്ലോക്കിൽ 5:45. പുലരാൻ ഇനി അധിക സമയമില്ല. കണ്ട സ്വപ്നത്തിന്റെ ഭീതിയിൽ തെല്ലു കിതയ്ക്കുന്നുണ്ടായിരുന്നു രാജൻ തമ്പി. ഓടിച്ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് വെള്ളമെടുത്ത് മടുമടെ കുടിച്ചു. വരണ്ട തൊണ്ടയിലേക്ക് ജലം പതിച്ചപ്പോൾ അയാൾക്ക് സുഖകരമായ ഒരു ആശ്വാസം അനുഭവപ്പെട്ടു. ഡോക്ടർ ഭാര്യയെ ശ്രദ്ധിച്ചു. അവർ കടുത്ത മയക്കത്തിൽ തന്നെയാണ്. രാജൻ തമ്പി ഒരു മാത്ര ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. മൗനം ദീക്ഷിച്ചു നിന്നിട്ട് അസ്വസ്ഥകരമായ ചിന്തകളോടെ ചെന്ന് കിടക്കയിൽ വീണു. ലൈറ്റ് സ്വിച്ച് അണച്ച് പതുക്കെ കണ്ണുകൾ പൂട്ടിയപ്പോൾ ഉൾഭീതിയിൽ നിന്ന് മോചിതമാകാത്ത ഉപബോധ മനസ്സിൽ ആ വൃത്തികെട്ട സ്വപ്നം. കറുത്തിരുണ്ട ഒരു ഭീകര രാത്രി. അലി അക്ബർ റോഡിന് സമീപത്തുള്ള പൊതുശ്മശാനം. എങ്ങും പരന്നു കിടക്കുന്ന നീണ്ട നിശ്ചലതയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ദൂരെ നിന്ന് അതിഭയങ്കരനായ ഒരു ആനറാഞ്ചി കഴുകന്റെ കർണം തുളയ്ക്കുന്ന നിലവിളി. അത്യുച്ചത്തിലുള്ള അതിന്റെ ചിറകിടിയൊച്ച. നിമിഷങ്ങൾക്കുള്ളിൽ അതാ ആ കഴുകൻ ശ്മശാനത്തിൽ വല്ലാത്തൊരു വികൃത ശബ്ദത്തോടെ പറന്നിറങ്ങി. അതിന്റെ വരവിൽ ശ്മശാനത്തിലെ കല്ലറകൾ ഇളകി. ചുറ്റുവട്ടത്തെ കുറ്റിക്കാടുകൾ കൊടുങ്കാറ്റിൽ അകപ്പെട്ടതുപോലെ കുലുങ്ങി. മരച്ചിലകൾ ഉലഞ്ഞു. വീണ്ടും നിശ്ചലത. കഴുകന്റെ തീക്കട്ട കണ്ണുകൾ ശ്മശാനത്തിൽ എന്തോ തിരഞ്ഞു. കാണേണ്ടത് കണ്ണിൽപ്പെട്ടപ്പോൾ ആ ജീവി പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നു. അതിന്റെ ഓരോ കാൽപാദ പതനവും ഭൂമിയെ ഒട്ടുക്കുന്നടുക്കി. നിമിഷങ്ങൾ. കഴുകൻ നീരജ തമ്പിയെ അടക്കം ചെയ്തിരുന്ന മാർബിൾ പാകി മനോഹരമാക്കിയ കല്ലറയ്ക്ക് സമീപമെത്തി. അതിലേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. ആ ഭീമാകാരൻ പക്ഷി. പിന്നെ തന്റെ പടുകൂറ്റൻ കാലുകളിലെ നീണ്ടുകൂർത്ത അഗ്രം വളഞ്ഞ നഖങ്ങൾ കൊണ്ട് നിഷ്പ്രയാസം ആ കല്ലറ കുത്തിപ്പൊളിച്ചു. അകത്ത് $10,000 വിലയുള്ള ശവപ്പെട്ടിയിൽ ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ ജഡമുണ്ട്. ആനറാഞ്ചി ആ പെട്ടിയുടെ മേൽമൂടി കൂർത്ത ചുണ്ടുകൾ കൊണ്ട് കൊത്തിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അത് പോയി വീണ ദിക്കിൽ അവിടെ നിന്നും കനത്ത അഗ്നി ഉയർന്നു. പെട്ടിക്കുള്ളിലെ പട്ടുതുണിയിൽ പൊതിയപ്പെട്ട നീരജ തമ്പി.
കഴുകൻ പ്രപഞ്ചം നടക്കുമിതം ഒന്നുറക്കെ കരഞ്ഞു. പിന്നെ ആ കുഴിയിലേക്ക് പറന്നിറങ്ങി. തന്റെ ബലിഷ്ഠമായ കാൽവിരലുകളിൽ നീരജ തമ്പിയുടെ മൃതദേഹവും റാഞ്ചി മേലോട്ടേക്ക് ഉയർന്നു. എന്നിട്ട് ക്രൂരമായ നിലവിളിയോടെ ദൂരേക്ക് പറന്നുയർന്നു പോയി. ഡോക്ടർ രാജൻ തമ്പിയെ ഭയചകിതനാക്കിയ പുലർക്കിനാവ്. അത് വീണ്ടും വീണ്ടും ഉള്ളിൽ ഭീതി വിതച്ചു തുടങ്ങിയതോടെ ഡോക്ടർ കണ്ണു തുറന്നു. ലൈറ്റ് ഇട്ടു. ഇപ്പോൾ നല്ല ആശ്വാസം. ഈ സമയം ഡോക്ടർ സുലോചന തമ്പി നേർത്തൊരു അസ്വസ്ഥത ശബ്ദത്തോടെ ഭർത്താവിന്റെ ചാരത്തേക്ക് ഓരം ചിരിഞ്ഞു കിടന്നു. രാജൻ തമ്പി മുഖം തിരിച്ചു മലർന്നു കിടന്നു. മനസ്സ് വീണ്ടും അശാന്തിയുടെ തീരത്തുകൂടി സഞ്ചരിച്ചു തുടങ്ങുന്നു. പെട്ടെന്ന് ലാൻഡ് ഫോൺ ശബ്ദിച്ചു. അയാൾ കിടന്നുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ ടീപ്പോയിൽ നിന്ന് ഫോൺ റിസീവർ എടുത്തു. മറുതലക്കിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സെൻകുമാർ ആണ്. അയാൾ ഫോണിലൂടെ തന്നോട് അറിയിച്ച നടുക്കുന്ന വിവരം ഡോക്ടർ രാജൻ തമ്പിയെ സ്തബ്ധനാക്കി. രാത്രിയിൽ അലി അക്ബർ റോഡിന് സമീപത്തുള്ള പൊതു ശ്മശാനത്തിലെ കല്ലറ കുത്തി തുറന്ന് ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ ശവശരീരം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. രാജൻ തമ്പിയുടെ കയ്യിൽ നിന്ന് റിസീവർ പിടിവിട്ട് താഴേക്ക് വീണു. ഡോക്ടറുടെ മനസ്സിനുള്ളിൽ അപ്പോൾ ആ ആനറാഞ്ചി കഴുകന്റെ ചിറകടി ഒച്ചുയർന്നു. തലസ്ഥാന നഗരത്തിന് മേൽ കനത്ത് കിടന്ന മഞ്ഞുകൂട്ടങ്ങൾ എവിടെയോ അപ്രത്യക്ഷമായി. നഗരം പരിപൂർണ സജ്ജമാവുകയും ചെയ്തു. പക്ഷെ എങ്ങും വല്ലാത്തൊരു മൂകതയും ഏകാന്തതയും ബാക്കി നിന്നു. എവിടെയും ഒരു തരം ദുസ്സഹമായ മരവിപ്പ്. കടന്നുപോയ ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച ഞെട്ടിപ്പിക്കുന്ന സംഭവ പരമ്പരകളുടെ ഞെട്ടലിൽ നിന്നും നഗരവും നഗരവാസികളും ഇനിയും വിമുക്തരായിട്ടില്ല. അപ്പോഴാണ് അടുത്ത വാർത്ത വാഷിംഗ്ടൺ ഒട്ടുക്കും പരന്നത്. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നീരജ തമ്പിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറ കുത്തി തുറന്ന് ശവപ്പെട്ടി ഉൾപ്പെടെ ജഡം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. തികച്ചും നീചവും മനുഷ്യത്വരഹിതവുമായ സംഭവം. കേട്ടവർ ഭീതിയോടെ അടക്കം പറഞ്ഞു. പിന്നെ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു. നഗരവീഥികളിലൂടെ വാഹനങ്ങൾ അലി അക്ബർ റോഡിന് സമീപത്തുള്ള പൊതുശ്മശാനം ലക്ഷ്യമാക്കി കുതിച്ചു. കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരുടെയും പോലീസ് ഇതര സേനാ വിഭാഗങ്ങളുടെയും വാഹനങ്ങൾ ഉണ്ടായിരുന്നു. സമയം കൃത്യം 9:15. തിങ്ങിക്കൂടിയ വൻ ജനാവലിക്ക് മുന്നിൽ വച്ച് IG ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പൊളിക്കപ്പെട്ട ശവക്കല്ലറയുടെ മേൽ ആകെ കാണപ്പെട്ട കോൺക്രീറ്റ് സ്ലാബ് മാറ്റി പ്രാഥമിക പരിശോധന ആരംഭിച്ചു. തിരച്ചിലിനിടയിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കപ്പെടാവുന്ന 4 മടക്കപ്പെട്ട ഒരു കറുത്ത ടവൽ മാത്രമാണ് പോലീസിന് ആകെ തെളിവ് വസ്തുവായി ലഭിച്ചത്. പ്രസ്തുത ടവൽ IG തിങ്ങിക്കൂടിയ മാധ്യമ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ തുറന്നു. നടുങ്ങിപ്പോയി ഏവരും. ഡേഞ്ചർ ഡിന്നി. ടവലിന് മധ്യഭാഗത്ത് തിളക്കമുള്ള സ്വർണ്ണ നൂലുകൾ കൊണ്ട് മനോഹരമായി തുന്നി ചേർത്തിരിക്കുന്നു. പത്രക്കാരുടെ ക്യാമറ ഫ്ലാഷുകൾ ടവലിൽ തിരുതര മിന്നിപ്പൊലിഞ്ഞു. IG ഹെൻറി ജോൺസൺ ഗൗരവമായ മുഖഭാവത്തോടെ ആലോചനയിലാണ്ടു. ഒരു നിമിഷം ചലനരഹിതയായി നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയിൽ കൊല്ലപ്പെട്ട പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയും പത്നി വസുന്ധര ഗുപ്തയും എത്തി. അന്ന് ഫ്ളാറ്റിൽ മൃഗീയമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട വസുന്ധര ഗുപ്തയുടെ ശവശരീരത്തിന് സമീപത്തു നിന്നും ലഭിച്ചത് ഇതേ സെയിം കർച്ചീഫ്. ഇപ്പോ ഇതാ ഇവിടെയും. ഈ ഹീനകൃത്യത്തിന്റെയും പിന്നിൽ ആ നിഗൂഢ മനുഷ്യൻ തന്നെയാണെന്നതിൽ തെല്ലും സംശയം വേണ്ട. ഡേഞ്ചർ ഡെന്നി. IG കണ്ണുകളിൽ കനലിന്റെ തിളക്കമുണ്ടായി. സർ, ഈ സംഭവത്തിന്റെയും പിന്നിലുള്ള കറുത്ത കരങ്ങൾ ഡേഞ്ചർ ഡെന്നി എന്ന അജ്ഞാത മനുഷ്യന്റേത് തന്നെയാണോ സർ? പത്രക്കാരിൽ ഒരുവന്റെ അന്വേഷണം. IG രൂക്ഷഭാവത്തോടെ അയാളെ ഒന്ന് നോക്കിയതല്ലാതെ ഒരക്ഷരം ഉരിയാടിയില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ സെൻകുമാർ റാണിക്കരിയിലേക്ക് നീങ്ങി അദ്ദേഹം. സർ, പോലീസിന്റെ അനാസ്ഥ കൊണ്ടല്ലേ സർ ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ഈ വാഷിംഗ്ടണിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? പോലീസിനോടായി ഒരു യുവ പത്രപ്രവർത്തകരുടെ ആവേശം കലർന്ന ചോദ്യം. കാക്കിനാരികൾ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചത് പോലുമില്ല. മിസ്റ്റർ സെൻകുമാർ, ആരാണ് ഈ കല്ലറ കുത്തി തുറക്കപ്പെട്ടുവെന്ന് ആദ്യം കണ്ടെത്തിയത്? IG കമ്മീഷണറുടെ അടുക്കലെത്തി പതുക്കെ അന്വേഷിച്ചു. സർ, ഈ ശ്മശാനത്തിന്റെ ഉടമസ്ഥാവകാശം ഇവിടുത്തെ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനാണ്. ബോഡി അടക്കം ചെയ്യേണ്ടവർ 10 വർഷത്തേക്ക് ആവശ്യമുള്ള സ്ഥലം വിലയ്ക്ക് വാങ്ങി കല്ലറ നിർമ്മിച്ച ശവസംസ്കാരം നടത്തുന്നു. 10 വർഷമാകുമ്പോ ഉടമസ്ഥന് കല്ലറയ്ക്ക് മേലുള്ള അവകാശം ക്യാൻസൽ ആവുന്നു. ട്രസ്റ്റ് കല്ലറ പൊളിച്ച അടുത്തതിനായുള്ള സ്ഥലം ഒരുക്കും. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സമ്പ്രദായം. പിന്നെ സാർ, ട്രസ്റ്റ് ശ്മശാനത്തിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽക്കാരനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയാളാണ് ഇന്ന് രാവിലെ കല്ലറ കുത്തി തുറന്ന്
ജഡം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ വിശദമാക്കി. അയാൾ എവിടെ, ആ കാവൽക്കാരൻ? ഐ ജി തിരക്കി. എവിടെ ഉണ്ട് സർ, ഞാൻ വിളിക്കാം. സെൻകുമാർ റാണ ഐ ജിയോടായി ഇങ്ങനെ പറഞ്ഞിട്ട് തന്റെ കീഴുദ്യോഗസ്ഥനെ ഘനത്തിലൊന്ന് നോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ കാക്കി പാന്റും ഷർട്ടും ധരിച്ച ഒരു വൃദ്ധനെ അവർ ഐ ജിക്ക് മുന്നിൽ ഹാജരാക്കി. ഐ ജി ആകെ മെലിഞ്ഞുണങ്ങിയ ആ കാവൽക്കാരനെ മുറുകിയ മുഖത്തോടെ ഒന്ന് തറപ്പിച്ചു നോക്കി. കാവൽക്കാരൻ പെട്ടെന്ന് പോലീസിനെ കണ്ട് ഭയന്നിട്ടെന്നോണം വിറയ്ക്കാൻ തുടങ്ങി. എന്താ തന്റെ പേര്? ഐ ജി ഗൗരവം വിടാതെ തിരക്കി. നിക്കോളാസ്. അയാൾ ഭയത്തിൽ വെക്കി. നിക്കോളാസ് ആണോ ഇതിന്റെ കാവൽക്കാരൻ? അതെ സർ. നിങ്ങൾ എവിടെയാ ക്യാമ്പ് ചെയ്യുന്നത്? ദേ ആ കെട്ടിടത്തിലാണ് സർ. വൃദ്ധൻ ശ്മശാനത്തിന്റെ എൻട്രൻസ് ഗേറ്റിന് വലതുവശത്തുള്ള ചെറിയ ഒറ്റമുറി കെട്ടിടം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഐ ജി ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട് മെല്ലെ ആരാഞ്ഞു. നിക്കോളാസിന് ആരാണ് ശമ്പളം തരുന്നത്? കമൽനാഥ് സാറാണ് സർ. കമൽനാഥ്? ആരാണ് അയാൾ? ഐ ജി ചോദ്യഭാവത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നേരെ നോക്കി. ട്രസ്റ്റിന്റെ ചെയർമാനാണ് സർ അയാൾ. അയാളാണ് ഈ ശ്മശാനത്തിന്റെ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്, കമ്മീഷണർ വ്യക്തമാക്കി. ഓ യെസ്. ഐ ജി മനസ്സിലായ ഭാവത്തിൽ തലകുലുക്കി. എന്നിട്ടും വീണ്ടും നിക്കോളാസിന് മുന്നിലേക്ക് തിരിഞ്ഞു. നോക്കൂ നിക്കോളാസ്, നിങ്ങളുടെ ഡ്യൂട്ടിയെ കുറിച്ച് ബോധവാനാണോ? അതെ അതെ സർ. എങ്കിൽ എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നൊന്ന് പറയൂ, ഐ ജി ആജ്ഞാപിച്ചു. വൃദ്ധന്റെ മുഖത്ത് മാത്രയിൽ ഒരു ഭയം മിന്നി മറഞ്ഞു. ഈ ശ്മശാനത്തിന്റെ സംരക്ഷകൻ, അതല്ലേ സർ എന്റെ ഡ്യൂട്ടി? ഇറ്റ്സ് വെരി കറക്റ്റ്. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തി. എന്തിന്? ഐ ജി ഹെൻറി ജോൺ അയാളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് വൃദ്ധന്റെ മുഖം വിളറി വെളുത്തു. അയാൾ പെട്ടെന്നൊരു മറുപടി പറയാൻ ബന്ധപ്പെട്ടു. പ്രായമേറെ ആയെങ്കിലും ഇന്നലെ പകൽ അസ്തമിക്കുവോളം വരെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചു. പക്ഷേ സംഭവം നടന്ന കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്കില്ലായിരുന്നു. ശരിയാണ് സർ. വൃദ്ധന്റെ മുഖത്ത് ശങ്ക ക്രമാധികമായി. എവിടെയായിരുന്നു നിക്കോളസ് നിങ്ങൾ രാത്രിയിൽ? എന്നെ രക്ഷിക്കണം സാറേ. പെട്ടെന്ന് ആ മനുഷ്യൻ ഐ ജിയുടെ കാൽക്കിലേക്ക് നേർത്ത വിലാപത്തോടെ മുട്ടുകുത്തി വീണു. ഞാൻ ജൂഹ നഗറിലായിരുന്നു വെളുപ്പിനെ മടങ്ങി വന്നത്. വൃദ്ധൻ നിവൃത്തിയില്ലാതെ നാണം കെട്ട ആ സത്യം വെളിപ്പെടുത്തി. ജൂഹ നഗർ വാഷിംഗ്ടണിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് മാറിയുള്ള വൃത്തികെട്ട ഇടം. അവിടെ അടുത്തടുത്ത് അറവുശാലകൾ പോലെ വ്യഭിചാരശാലകൾ മത്സരിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാറ്റിന്റെയും നടത്തിപ്പുകാർ സ്ത്രീകൾ തന്നെ. പക്ഷെ 60-നടുത്ത പ്രായമുള്ള ഈ വൃദ്ധൻ രാത്രിയിൽ ശാരീരിക സുഖം തേടി ഡ്യൂട്ടി പോലും ഉപേക്ഷിച്ച് 30 കിലോമീറ്റർ താണ്ടി ജൂഹ നഗറിൽ പോയെന്നോ? അങ്ങേയറ്റ ലജ്ജാവഹം തന്നെ, ഐ ജി ഉള്ളിൽ പറഞ്ഞു. എന്നിട്ട് എപ്പം മടങ്ങി വന്നു? ഐ ജി സ്വരം കൂടുതൽ ക്രുദ്ധമായി. വെളുപ്പിന് 5:30. വൃദ്ധൻ ഐ ജിയുടെ കാലിൽ നിന്നുള്ള പിടിവിട്ട് വിറച്ച് വിറച്ച് എണീറ്റു. എന്നിട്ട് 6:15 നേരം പുലർന്നു നോക്കിയപ്പോഴാ ഈ കല്ലറ കുത്തിപ്പൊളിച്ചിരിക്കുന്നത് കണ്ടതും ഞാൻ പോയി കമൽനാഥ് സാറിനെ കണ്ട് വിവരം പറഞ്ഞതും, വൃദ്ധൻ വെളിവാക്കി. ഐ ജി പിന്നെ അയാളോട് കൂടുതലായി ഒന്നും ചോദിച്ചില്ല. ട്രസ്റ്റ് ചെയർമാൻ കമൽനാഥിനെ അടുക്കൽ വിളിച്ച് വൃദ്ധനെ ശ്മശാനത്തിന്റെ സംരക്ഷണ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി. വൃദ്ധനെ പൂർണ്ണമായും ജൂഹ നഗറിലേക്ക് പറഞ്ഞു വിട്ടേക്കുവാൻ കർശനമായി നിർദ്ദേശിച്ചു. എന്നിട്ട് ബാക്കി പ്രാഥമിക വിവരങ്ങൾ കൂടി ശേഖരിച്ച് ഓഫീസിലേക്ക് മടങ്ങി. ഓഫീസിലേക്കുള്ള യാത്രയിൽ ഐ ജി ഹെൻറി ജോൺസന്റെ ഉപബോധ മനസ്സ് നിറയെ ഡേഞ്ചർ ഡെന്നി എന്ന അജ്ഞാത ഭീകരനെ പറ്റിയുള്ള ഗാഢമായ ചിന്തയായിരുന്നു. സ്വസ്ഥ ശാന്തമായിരുന്ന വാഷിംഗ്ടൺ നഗരത്തിൽ ഒരുപാട് പേരുടെ ഘാതകനായി ഡേഞ്ചർ ഡെന്നി എന്ന വൻ ഭീകരൻ തനിക്ക് മുന്നിൽ ഒരു മഹാമേരു പോലെ ഒരു വെല്ലുവിളിയായി വളർന്നു നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. വാഷിംഗ്ടണിൽ ഡേഞ്ചർ ഡെന്നി എന്ന ആ നിഗൂഢ മനുഷ്യന്റെ വൃത്തികെട്ട സാന്നിധ്യം ഉണ്ടായ നിമിഷം മുതൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഈ കാബാലികം മൂലമാണ് എമിലിയൻ സിറ്റിയിൽ 40 നിരപരാധികൾക്ക് നേരെ പോലീസിന് നിറയൊഴിക്കേണ്ടി വന്നത്. തത്സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഡേഞ്ചർ ഡെന്നിയെ പിടികൂടുവാനായില്ല പോലീസിന്. അതോടെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തെ കേസിന്റെ ചുമതല ഏൽപ്പിക്കേണ്ട സാഹചര്യമുണ്ടായത്. എന്നാൽ അവർക്കും ഡേഞ്ചർ ഡെന്നിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും കണ്ടെത്താനായില്ലെന്നാണ് നിലവിൽ പുറത്തറിഞ്ഞ രഹസ്യസേനാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ കുഴപ്പം പിടിച്ച കേസ് എവിടെ ചെന്ന് അവസാനിക്കും? അതെ,
ഡേഞ്ചർ ഡെന്നിയുടെ ആക്രമണം ഇനിയും തലസ്ഥാന നഗരത്തിൽ എവിടെയും ഉണ്ടായാൽ ആ നിമിഷം ഒരു വൻ ജനപ്രക്ഷോഭം ഉണ്ടാകും. തീർച്ച. അത് ഗവൺമെന്റിൽ ഒരു ആഭ്യന്തര ലഹളയ്ക്ക് മൂലകാരണമാവുകയും ചെയ്യാനിടയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോഴുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഗവൺമെന്റ് തലകുത്തനെ നിലംപതിക്കും. രാജ്യത്ത് അരക്ഷിതാവസ്ഥ വന്നു ചേരും. ശത്രു രാജ്യങ്ങൾ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കും. ചുരുക്കത്തിൽ വളരെ ഭീമത്സമായ ഒരു അവസ്ഥാവിശേഷമാണ് ഡേഞ്ചർ ഡെന്നി എന്ന പിശാചിന്റെ സന്തതി രാജ്യത്ത് ഓരോ ദിനത്തിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്തയിൽ IG ഹെൻറി ജോൺസൺ വളരെയധികം ഉത്കണ്ഠാകുലനായി. ഇതേസമയം വാഷിംഗ്ടണിൽ നിന്ന് മൈലുകൾക്കപ്പുറത്ത് അമേരിക്കയുടെ കിഴക്കൻ പ്രദേശത്തെ വേർതിരിക്കുന്ന അപ്പലേച്ചിയൻ പർവ്വത നിരങ്ങൾക്ക് താഴെയുള്ള തന്റെ സർവ്വവിധ സന്നാഹങ്ങളും സംവിധാനങ്ങളുമുള്ള അത്യാധുനിക പരീക്ഷണ ലബോറട്ടറിയിൽ ഡേഞ്ചർ ഡെന്നി ഒരു അത്ഭുത കർമ്മം നിർവഹിക്കുകയായിരുന്നു. ഒരു പറ്റം അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും മുന്നിൽ വെച്ച് ശവക്കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട പത്രപ്രവർത്തക നീരജ തമ്പിയുടെ ജഡത്തിന് പുതുജീവൻ പകരുന്ന അമേരിക്കയിലെ തങ്ങളുടെ അത്യന്തം അപകടകരമായ മാസ്റ്റർ ഓപ്പറേഷനുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഒട്ടും അത്ഭുതമില്ല. ആപ്പലേച്ചിയനിലെയും പരിസര പ്രദേശങ്ങളിലെയും രഹസ്യാത്മകമായ ഭൂപ്രകൃതിയാണ് അവരെ ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് അവിടെ പടുത്തുയർത്താൻ പ്രേരിതമാക്കിയത്. പർവ്വതത്തിന് പടിഞ്ഞാറ് പർവ്വതത്തിൽ നിന്ന് തന്നെ ഒലിച്ചു വന്ന ചെറുകല്ലുകൾ നിറഞ്ഞ മലഞ്ചെരുവുകളാണ്. ഇവയ്ക്കപ്പുറം മധ്യസമതല മേഖല, മധ്യമേഖലയ്ക്ക് വടക്ക് പ്രസിദ്ധമായ ഗ്രേറ്റ് ലേക്സ് തടാകങ്ങൾ. അപ്പലേച്ചിയൻ താഴ്വാരവും അമേരിക്കയിലെ തികച്ചും അപ്രസക്തമായ സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ അവസ്ഥാവിശേഷത്തെ വേണ്ട വിധത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഡേഞ്ചർ ഡെവിൾസ് പാർക്ക് എന്ന നിഗൂഢ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. അമേരിക്കൻ സമയം രാവിലെ കൃത്യം 10:30. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് മേൽ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. ഇതേ നേരത്ത് പാർക്കിനുള്ളിലെ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമുള്ള ലബോറട്ടറി. നൂറുകണക്കിന് ആളുകൾ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിശാലമായ ലബോറട്ടറിയുടെ പടിഞ്ഞാറെ കോണിലുള്ള ശീതീകരിച്ച ഒരു ഡീലക്സ് റൂം. അതിനുള്ളിലെ രാജകീയമായ കട്ടിലിലെ ബെഡിൽ അതാ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നീരജ തമ്പിയുടെ മൃതദേഹം. വാഷിംഗ്ടണിലെ അലി അക്ബർ റോഡിന് സമീപത്തെ പൊതു ശ്മശാനത്തിൽ നിന്ന് കല്ലറ കുത്തിപ്പൊളിച്ച് മോഷ്ടിക്കപ്പെട്ട ന്യൂയോർക്ക് ടൈംസ് ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ ജഡം. അതിനരികിലിട്ടിരിക്കുന്ന ഒരു ഉയർന്ന ഇരുമ്പ് സ്റ്റൂളിൽ ആ നിഗൂഢ മനുഷ്യൻ ഡേഞ്ചർ ഡെന്നി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.